സ്വന്തം കരിയറും കോടിക്കണക്കിന് ഡോളറും എന്തിന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഒരാൾ ഒരു മുങ്ങിയ കപ്പലിനെ വെള്ളിത്തിരയിൽ പുനഃസൃഷ്ടിച്ചു. ലോകം മുഴുവൻ നെഞ്ചിലേറ്റിയ ജാക്കിന്റെയും റോസിന്റെയും പ്രണയകഥ. എന്നാൽ ആ ലളിതമായ ആശയത്തിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. പണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന സ്റ്റുഡിയോ എക്സിക്യൂട്ടീവുകൾ ചെലവ് ചുരുക്കാൻ സിനിമയുടെ ചില ഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു. അതൊരു വൻ പരാജയമാകുമെന്നാണ് നിരൂപകർ കരുതിയത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടുമാണ് 25 വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമയായി അതിനെ മാറ്റിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം നേരിടുമെന്ന് കരുതിയ സിനിമ ഒടുവിൽ സിനിമാ ചരിത്രം തന്നെ തിരുത്തി എഴുതി. സ്വന്തം കരിയറും കോടിക്കണക്കിന് ഡോളറും എന്തിന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഒരാൾ ഒരു മുങ്ങിയ കപ്പലിനെ വെള്ളിത്തിരയിൽ പുനഃസൃഷ്ടിച്ചു. ആ സിനിമയുടെ അണിയറ കഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കലും വിജയിക്കില്ലെന്ന് ലോകം കരുതിയ, എന്നാൽ സിനിമാ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയുടെ കഥ. ലോകം കണ്ട എക്കാലത്തെയും റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ. യെസ്, ഇറ്റ്സ് ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒരു കൂറ്റൻ മഞ്ഞുമല, മുങ്ങിത്താഴുന്ന കപ്പൽ, പിന്നെ ലോകം മുഴുവൻ നെഞ്ചിലേറ്റിയ ജാക്കിന്റെയും റോസിന്റെയും പ്രണയകഥ അല്ലേ? എന്നാൽ നമ്മൾ കാണുന്ന സിനിമയ്ക്ക് പിന്നിൽ ആരും കാണാത്ത അതിലും വലിയൊരു കഥയുണ്ട്. ജെയിംസ് കാമറൂൺ എന്ന ലെജൻഡിനെ നമുക്കറിയാം. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ദി ടെർമിനേറ്റർ, ഏലിയൻസ് പോലുള്ള ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമകൾ ചെയ്ത ഒരാൾ എന്തിനാണ് ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യുന്നത്? ജെയിംസ് കാമറൂൺ ഒരു റൊമാൻറ്റിക് സിനിമയുടെ സംവിധായകനായിരുന്നില്ല. ഇവിടെയാണ് കഥയുടെ തുടക്കം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രണയം സിനിമയോടായിരുന്നില്ല, മറിച്ച് സമുദ്രത്തോടും കപ്പലുകളുടെ അവശിഷ്ടങ്ങളോടും ആഴക്കടൽ പര്യവേഷണത്തോടുമായിരുന്നു. ടൈറ്റാനിക് സിനിമ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം ജെയിംസ് കാമറൂൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ആഴക്കടലിലേക്ക് ഡൈവ് ചെയ്യാനുള്ള അവസരം ലഭിക്കാനാണെന്ന്. എന്നാൽ കാര്യങ്ങൾ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. 1990കളുടെ മധ്യത്തിൽ അദ്ദേഹം 20th സെഞ്ച്വറി ഫോക്സ് എന്ന സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ ഒരു ലളിതമായ ആശയം പങ്കുവച്ചു. എന്നാൽ ആ ആശയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് 1958 പുറത്തിറങ്ങിയ എ നൈറ്റ് ടു റിമെമ്പർ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഹുക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഒടുവിൽ കെൻ മാർഷലും ഡോൺ ലീഞ്ചും ചേർന്ന് എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ടൈറ്റാനിക് എന്ന പുസ്തകത്തിലെ ഒരു പെയിന്റിങ്ങിൽ അദ്ദേഹം അത് കണ്ടെത്തി. മുങ്ങുന്ന കപ്പലിന്റെയും രക്ഷാ ബോട്ടുകളുടെയും ആകാശത്തേക്ക് പായുന്ന റോക്കറ്റുകളുടെയും ആ ചിത്രം പുസ്തകത്തിൽ തുറന്നു കാണിച്ച് അദ്ദേഹം സ്റ്റുഡിയോയോട് പറഞ്ഞു, ടൈറ്റാനിക്കിലെ റോമിയോയും ജൂലിയറ്റും. എന്നാൽ ആ ലളിതമായ ആശയത്തിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ പര്യവേഷണം നടത്താൻ സ്റ്റുഡിയോയുടെ പണം ഉപയോഗിക്കുക. കാമറൂൺ സ്റ്റുഡിയോയെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. റഷ്യൻ അന്തർവാഹിനികളിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 12,500 അടി താഴ്ചയിൽ കിടക്കുന്ന യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തി. സിനിമയുടെ തുടക്കത്തിൽ നിങ്ങൾ കാണുന്ന ആ ദൃശ്യങ്ങൾ യഥാർത്ഥ ടൈറ്റാനിക്കിന്റേതാണ്. ആഴക്കടലിലെ കൊടും തണുപ്പും ഉരുക്കിനെ പോലും തകർക്കാൻ ശേഷിയുള്ള മർദ്ദവും അതിജീവിച്ചായിരുന്നു ആ ഷൂട്ടിംഗ്. ആ ഒരൊറ്റ തീരുമാനം സിനിമയ്ക്ക് കൂടുതൽ വിശ്വസനീയത നൽകി. ഒരു സിനിമ എന്നതിലുപരി ഓരോ വിശദാംശങ്ങളിലും ശ്രദ്ധിച്ചായിരുന്നു അതിന്റെ നിർമ്മാണം. മെക്സിക്കോയിൽ കപ്പലിന്റെ പൂർണ്ണ രൂപത്തോട് അടുത്തു നിൽക്കുന്ന ഒരു പകർപ്പ് നിർമ്മിച്ചു. അതിൽ പ്രവർത്തിക്കുന്ന ഡെക്കുകളും വലിയ കോണിപ്പടികളും ഡൈനിങ് റൂമുകളും ഉൾപ്പെട്ടിരുന്നു. 1912 കാർപ്പറ്റുകളുടെ ഡിസൈൻ പോലും അതേപടി പകർത്താൻ 100 കണക്കിന് കലാകാരന്മാർ മാസങ്ങളോളം ജോലി ചെയ്തു. നടന്മാർക്ക് എഡ്വേർഡിയൻ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതികളും സംസാര ശൈലിയും നൃത്തവും പരിശീലിപ്പിച്ചു. കപ്പൽ മുങ്ങുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാനായി ഒരു ഭീമാകാരമായ വാട്ടർ ടാങ്ക് ഉപയോഗിച്ചു. അതിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മണിക്കൂറുകളോളം നിന്നാണ് നടന്മാർ ആ ദുരന്ത രാത്രിയുടെ ഭീകരത ഒപ്പിയെടുത്തത്. ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ബഡ്ജറ്റ് നിയന്ത്രണം വിട്ടുപോയി. $100 മില്യൺ നിന്ന് $200 മില്യൺ ബഡ്ജറ്റ് കുതിച്ചുയർന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയായി ടൈറ്റാനിക് മാറി. മാധ്യമങ്ങൾ ഇതിനെ കാമറൂണിന്റെ വിഡിത്തം എന്ന് വിളിച്ച് എഴുതി തള്ളി.
പണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന സ്റ്റുഡിയോ എക്സിക്യൂട്ടീവുകൾ ചെലവ് ചുരുക്കാൻ സിനിമയുടെ ചില ഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ട്വിസ്റ്റ് ഇതല്ല. കാമറൂൺ അവരെ വെല്ലുവിളിച്ചു. യു ഡോണ്ട് കട്ട് ദി ടൈറ്റാനിക് ഇൻ ഹാഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തന്റെ കാഴ്ചപ്പാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം കരിയറും കോടിക്കണക്കിന് ഡോളറും ഒരാൾക്ക് എങ്ങനെ റിസ്ക് ചെയ്യാൻ കഴിയുമെന്ന്. ഒരുപക്ഷെ സ്വന്തം സ്വപ്നത്തിലുള്ള വിശ്വാസം അത്ര വലുതായിരിക്കണം. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. 1997 ഡിസംബറില് ടൈറ്റാനിക് റിലീസ് ചെയ്തപ്പോൾ അതൊരു വൻ പരാജയമാകുമെന്നാണ് നിരൂപകർ കരുതിയത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അതൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. ലോകമെമ്പാടുമുള്ള ആളുകൾ ടിക്കറ്റിനായി തിയേറ്ററുകളിൽ ക്യൂ നിന്നു. ചിലർ 10ലേറെ തവണ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അതുവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമയായി ടൈറ്റാനിക് മാറി. ആ റെക്കോർഡ് തകർത്തത് വർഷങ്ങൾക്ക് ശേഷം കാമറൂണിന്റെ തന്നെ അവതാറായിരുന്നു. ഓസ്കാറിൽ 11 അവാർഡുകൾ നേടി ടൈറ്റാനിക് റെക്കോർഡിട്ടു. അവാർഡ് വേദിയിൽ ജാക്ക് ഡോസന്റെ പ്രശസ്തമായ ഡയലോഗ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ആം ദി കിങ് ഓഫ് ദി വേൾഡ്. ഇന്ന് ടൈറ്റാനിക് ഒരു പ്രണയ കഥ എന്നതിലുപരി അതൊരു സാങ്കേതിക വിസ്മയമാണ്. സിനിമയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു അടയാളപ്പെടുത്തലാണ്. കാമറൂണിന്റെ സൂക്ഷ്മമായ ശ്രദ്ധയും യഥാർത്ഥ കപ്പൽ അവശിഷ്ടങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ സാഹസിക യാത്രകളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടുമാണ് 25 വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമയായി അതിനെ മാറ്റിയത്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കപ്പുറം ടൈറ്റാനിക് കാലാതീതമായ ഒന്നിനെ ഒപ്പിയെടുത്തു. ദുരന്തമുഖത്തെ മനുഷ്യന്റെ പോരാട്ട വീര്യവും പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും ശക്തിയും. ടൈറ്റാനിക് ഒരു സിനിമ മാത്രമായിരുന്നില്ല, അതൊരു യാത്രയായിരുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക്, ചരിത്രത്തിലേക്ക്, മനുഷ്യ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്. ചിലപ്പോൾ ഏറ്റവും വലിയ റിസ്കുകളാണ് ഏറ്റവും അവിസ്മരണീയമായ കഥകളിലേക്ക് നമ്മെ നയിക്കുന്നത്, അല്ലേ? ടൈറ്റാനിക് എന്ന സിനിമയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. കൂടാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.